ഹല്ലേലൂയ. ദി ഹോളി സ്പിരിറ്റ് ചിറ്റിയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ഓരോ പ്രേക്ഷകരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ ക്രമപ്പെടുത്തണം, ഏതെല്ലാം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം, ഏതെല്ലാം കാര്യം ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഏതെല്ലാം വചനം ജീവിതത്തിൽ സ്വീകരിച്ച് ഉൾക്കൊണ്ട് അത് പാലിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തുള്ളൂ എന്നുള്ള വലിയ ഒരു സന്ദേശം നമുക്ക് കർത്താവിൻ്റെ കൃപയാൽ കേൾക്കുവാനിട വന്നു. യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്. ദി ഹോളി സ്പിരിറ്റ് ചിറ്റിയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോൾ കാണുന്നതും ഇനി ആയിരങ്ങൾക്ക് പിന്നെ കാണുവാനുമുള്ള എല്ലാ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, അഭിഷക്തന്മാർ, പിതാക്കന്മാർ, മാതാക്കൾക്ക് എല്ലാവർക്കും വേഗഭരിതമനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹാർദവമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തി അതിൻ്റെ 4-5 വാക്യങ്ങൾ. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്നും വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട എൻ്റെ പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാൻ 9 പോയിൻ്റുകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ ക്ലാസ് എടുക്കുവാൻ സഹായിച്ചു. 10ാമത്തെ പോയിൻ്റാണ് നമ്മൾ എടുക്കുവാൻ സാധിച്ചു. ഈ 10ാമത്തെ പോയിൻ്റ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാൻ, ഇതും നമ്മുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്തിയാൽ നിശ്ചയമായി വാഗ്ദത്തത്തിനായി കാത്തിരുന്നാൽ നിശ്ചയമായി നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും. അതിന് വ്യവസ്ഥയൊന്നേ ഉള്ളൂ, ദൈവത്തിൻ്റെ ഈ കേട്ട ഓരോ വചനങ്ങളും ജീവിതത്തിൽ പ്രാബല്യമാക്കുവാൻ. കർത്താവെ, ഞാൻ ഇന്നൊരു തീരുമാനമെടുക്കുന്നു, ഇത് ഞാൻ അനുസരിക്കുവാൻ താല്പര്യപ്പെടുമെന്ന് ആര് പറയുന്നുവോ അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാൻ സാധിക്കും. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം, വളഞ്ഞത് ചൊവ്വയായും ദുർഘടങ്ങൾ സമമായി തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. കർത്താവെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ഓരോ ഇത് അനേക മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അനേകർ പരിശുദ്ധാത്മാവ് ലഭിക്കാത്തവരുണ്ട്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ കർത്താവ് അവരുടെ ജീവിതത്തിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഈ വചന ശുശ്രൂഷയിലൂടെ അത് മുഖാന്തരപ്പെടുവാൻ സ്വർഗം സഹായിക്കണം. ഓരോ വചന ശുശ്രൂഷകളും അത് കേട്ട് അവരുടെ ജീവിതത്തിൽ ആ വചനത്തെ കീഴ്പ്പെടുവാൻ, ആ വചനത്തെ അനുസരിക്കുവാൻ അവിടുന്ന് ഓരോരുത്തർക്കും അവിടുന്ന് കൃപ നൽകണം, സഹായിക്കണം. കർത്താവെ, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്നു. അനേക പിതാക്കന്മാരെ അനുഗ്രഹിക്കുന്നു. കുടുംബത്തെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന അനേകരുണ്ട്. അവരുടെ വിദേശ വിദ്യാഭ്യാസ കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളെയും കർത്താവെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർക്ക് വേണ്ടി പുതുവാതിലുകളെ തുറന്നതിനായി നന്ദി പറയുന്നു. കർത്താവെ, അനേക കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസ ആവശ്യത്തിനായി മറ്റ് വിദേശങ്ങളിൽ പോകുവാനിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. അനേക കുഞ്ഞുങ്ങൾ ഇനി പഠിക്കുവാൻ, എക്സാം എഴുതുവാനുമുണ്ട്. എല്ലാ വിഷയങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് അവർക്ക് പുതുവാതിലുകളെ തുറന്നതിനായി നന്ദി പറയുന്നു. അവിടുന്ന് അത്ഭുതങ്ങളെ ഓരോ ഭവനത്തിനുമേൽ പ്രവർത്തിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു. യഹോവയുടെ കരം ഉയർന്നിരിക്കുന്നു, യഹോവയുടെ കരം വീര്യം പ്രവർത്തിക്കുന്നു. അവിടുത്തെ വീര്യം പ്രവർത്തിക്കുന്ന കരം ഈ വചനം കേൾക്കുന്ന ഓരോ കുടുംബത്തിൻ്റെ മേൽ കർത്താവേ, അവിടുത്തെ കരം അതിന്മേൽ പ്രവർത്തിച്ച കൃപയ്ക്കായി ചില അത്ഭുതങ്ങളെ കുടുംബത്തിൻ്റെ മേൽ, കുടുംബ മേഖലകളിൽ, വ്യക്തി മേഖലകളിൽ പ്രവർത്തിച്ച കൃപയ്ക്കായി നന്ദി പറയും. തകർന്നിരിക്കുന്ന കുടുംബങ്ങളെ അവിടുന്ന് പിടിച്ച് ഉയർത്തിയതിനായി, അവർ സമൃദ്ധി കൽപ്പിച്ചതിനായി നന്ദി പറയുന്നു.
അനുഗ്രഹിക്കുന്നു. കർത്താവേ, വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറച്ചുകൊണ്ട് ജനത്തോട് സംസാരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, യഹോവയുടെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ നമ്മൾ 10 വിഷയങ്ങളെ സംസാരിച്ചു. ഒന്നാമത്തെ വിഷയം, നമ്മുടെ ശബ്ദങ്ങൾ ലാവണ്യമുള്ള ശബ്ദങ്ങൾ പുറപ്പെടണം, മറ്റുള്ളവർക്ക് സമാധാനവും ആശ്വാസവും പകരുന്ന ശബ്ദം. രണ്ടാമത്തെ പോയിൻ്റ്, ദുശ്ചിന്തയോടെ ദുഷ്വിചാരത്തോടെ ആരെയും കുറ്റമാരോപിക്കരുത്. ഒന്നും കാണാതെ, നേരിട്ടൊന്നും കാണാതെ ദുശ്ചിന്തയോടെ ദുഷ്വിചാരങ്ങളോടെ അപവാദങ്ങൾ പറയരുത്. മറ്റുള്ളവർ എന്നിൽ ശ്രേഷ്ഠനാണെന്ന് കരുതുവാൻ സാധിക്കണം. മൂന്നാമത്തെ പോയിൻ്റ് നമ്മൾ പഠിച്ചത്, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു, അവൻ കൊലപാതകനാണെന്ന് വേദപുസ്തകത്തിൽ നമുക്ക് പഠിക്കുവാനിട വന്നു. നാലാമത്തെ പോയിൻ്റ്, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കണം, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ക്രിസ്തു മാനവരാശിയുടെ മുഴുവനും പാപങ്ങളെ ചുവന്നുകൊണ്ട് അത് ക്രൂശിൽ മരിച്ച് ലോകത്തിൻ്റെ മുന്നിൽ അത് യാഗമായി തീർന്നു, അത് സ്നേഹമായി മാറി. മാനവരാശിയുടെ മുഴുവൻ പാപങ്ങളും തൻ്റെ ക്രൂശിൽ ചുമന്നുകൊണ്ട് ലോകത്തിൻ്റെ മുന്നിൽ സ്നേഹം പ്രകടിപ്പിച്ച ആ യേശു ക്രിസ്തു, പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ മാനവരാശിക്ക് വേണ്ടി, മാനവകുലത്തിനു വേണ്ടി തന്നുകൊണ്ട് ലോകത്തിൻ്റെ മുന്നിൽ അവിടുന്ന് സ്നേഹം പ്രകടിപ്പിച്ചു. അഞ്ചാമത്തെ പോയിൻ്റ് നമ്മൾ പഠിച്ചത്, വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. വാഗ്ദത്തത്തിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കുന്നവർ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകൾ ക്രമപ്പെടുത്തണമെന്ന് നമ്മൾ പഠിക്കുവാനിട വന്നു. ആറാമത്തെ പോയിൻ്റ്, നമ്മൾ പ്രാർത്ഥനയെപ്പറ്റി. സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. നമ്മുടെ ജീവിതത്തിൽ അതേ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാകണമെന്ന് അതിൽ നമുക്ക് പഠിക്കുവാനിട വന്നു. ഏഴാമത്തെ പോയിൻ്റ് നമ്മൾ പഠിച്ച് വഴിയെപ്പറ്റിയാണ്. വഴിയെപ്പറ്റി നമുക്ക് പഠിക്കുവാൻ സാധിച്ചു. ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നടന്നാൽ നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയും അനുഗ്രഹവും സമാധാനവും സന്തോഷവും ഉണ്ടാകും. ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെയും പാവികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലും ഇരിക്കാതെ യഹോവയെ രാപ്പകൽ ധ്യാനിക്കുന്നവർ ഭാഗ്യവാൻ. നമ്മൾ അങ്ങനെ വഴിയെപ്പറ്റി പഠിക്കുവാനിട വന്നു. അടുത്തത്, എട്ടാമത്തത്, നമ്മൾ കണ്ണിനെ പറ്റി പഠിക്കുവാനിട വന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഓരോ ക്ലാസ്സുകളും നമുക്ക് അനുഗ്രഹമാണ്. ഓരോന്ന് നമുക്ക് കേൾക്കുവാൻ, അത് കേൾക്കുന്ന വചനങ്ങൾ അത് ഏറ്റെടുക്കുവാൻ തയ്യാറെടുക്കുന്നുവെങ്കിൽ, ഒരു തീരുമാനമെടുക്കുന്നുവെങ്കിൽ നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ഇത്തരം വചനങ്ങൾ പാലിക്കാതെ ഒരു ദിവസമോ 2 ദിവസം കൊണ്ടോ ഒരു ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ സാധ്യമല്ല. ആ പരിശുദ്ധാത്മാവ് ആരാണെന്ന് മനസ്സിലാക്കണം. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ സ്നേഹത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതേ എല്ലാ പാപങ്ങളിൽ നിന്നും നിന്നെ വിലക്കി പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ അതേ സകല സത്യത്തിലും അവൻ വഴി നടത്തും. നീ പാപത്തിൽ കടന്നു പോകുന്ന മനുഷ്യനാണോ, ആ വഴിയിൽ പോകലുമെന്ന് പരിശുദ്ധാത്മാവ് ഉപദേശിപ്പിക്കും. നീതി പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ ഉപദേശിപ്പിക്കും. നിൻ്റെ എല്ലാ പാപ സ്വഭാവങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിൽ വന്നാൽ അതേ നിന്നെ സഹായിക്കും. സകല സത്യത്തിലും അവിടുന്ന് വഴി നടത്തും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, 9ാമത്തെ പോയിൻ്റ് നമ്മൾ വലിയൊരു സബ്ജക്റ്റ് തന്നെ എടുത്തു, ജഡസ്വഭാവത്തെപ്പറ്റി. ഗലാത്യർ ലേഖനം അതിൻ്റെ 5:19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഒരു വലിയ പാക്കേജ് തന്നെ 9ാമത്തെ പോയിൻ്റിലെടുത്തു. അതേ നിൻ്റെ ജീവിതത്തിൽ അസൂയ കടന്നു വന്നാൽ,
നിൻ്റെ ജീവിതത്തിൽ മുഖവശം ഉന്നതനും എളിയവനും ദരിദ്രനും ഞാൻ ഉന്നതനാണെന്നുള്ള ചിന്താ മനോഭാവം വന്നാൽ നിനക്ക് അഭിഷേകം പ്രാപിക്കുവാൻ സാധ്യമല്ല. നിൻ്റെ ജീവിതത്തിൽ അസൂയ കടന്നു വന്നാൽ നിനക്ക് രക്ഷപ്പെടുവാൻ സാധ്യമല്ല. അത് വേദപുസ്തകത്തിലൂടെ നമ്മൾ പറഞ്ഞത് തെളിയിച്ചതാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് ഗോലിയാത്തിനെ കൊന്നു. എന്നാൽ ജനം ആർത്ത് വിളിച്ചു. എന്താണ് ആർത്ത് വിളിച്ചത്? ശൗൽ രാജാവ് 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു എന്ന് പറഞ്ഞപ്പോൾ ശൗലിൻ്റെ ഉള്ളിൽ അത് അസൂയ ഉണ്ടാകുവാൻ, കണ്ണുകടി ഉണ്ടാകുവാൻ ഇടവന്നു. ശൗലിൻ്റെ ജീവിതം നമ്മൾ നോക്കിയാൽ ശൗലിൻ്റെ ജീവിതം വളരെ പരാജയമായിരുന്നു. ജോസഫിൻ്റെ ജീവിതം നോക്കിയാലും നമുക്ക് കാണുവാൻ സാധിക്കും. ജോസഫിൻ്റെ സഹോദരന്മാർ ജോസഫ് ഒരു ദർശനം കണ്ടതുകൊണ്ട് ജോസഫിനെ തകർത്തുകൊണ്ട് പൊട്ടക്കിണറ്റിൽ എറിയുവാൻ പദ്ധതിയിട്ടു. പൊട്ടക്കിണറ്റിൽ അവർ എറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് അവർ മറ്റ് സഹോദരന്മാർ പറഞ്ഞു, ഇവൻ നമ്മുടെ രക്തബന്ധമല്ലയോ, ഇവനെ കൊല്ലുന്നത്, ഇവൻ്റെ രക്തം ചൊരിയുന്നത് ശരിയല്ല. അങ്ങനെ അവർ പൊട്ടക്കിണറ്റിൽ നിന്ന് പിടിച്ചുകൊണ്ട് മിഥ്യാന് അവർ 20 വെള്ളിക്കാശിന് വിൽക്കുവാനിട വന്നു. അവിടുന്നാണ് പോത്തിഫറിൻ്റെ ഭവനത്തിലൊക്കെ പോകുവാനിട വന്നത്. കണ്ടോ, തൻ്റെ ജീവിതത്തിൽ വാഗ്ദത്തമുള്ള ആ മനുഷ്യൻ്റെ നേരെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, ആ വാഗ്ദത്തമുള്ള അഭിഷക്തനെതിരെ, വാഗ്ദത്തമുള്ള സഹോദരിക്കെതിരെ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ അഭിഷക്തിനെതിരെ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ പിതാവിനെതിരെ, മാതാവിനെതിരെ, സഹോദരന്മാരെതിരെ നീ പ്രവർത്തിക്കാതിരിക്കുക. അത് നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും. നീ അങ്ങനെ പ്രവർത്തിക്കുന്നവനാണെങ്കിൽ വളരെ പ്രയാസകമാണ്. നിൻ്റെ ജീവിതത്തിൽ സമൃദ്ധി നഷ്ടപ്പെടും, അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടും, അത് സമാധാനത്തെ നഷ്ടപ്പെടും, ഉയർച്ച ഉണ്ടാകത്തില്ല, ശാപങ്ങൾ കടന്നു വരുവാനിടവരും. വളരെ ജാഗ്രതയായിരിക്കണം. അഭിഷക്തന്മാരെ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ അഭിഷക്തന്മാരുണ്ട്. അത് ബെന്റക്കോസിൽ മാത്രമല്ല, കാത്തലിക്സിലുണ്ട്, റോമൈസിലുണ്ട്. അങ്ങനെ ലോകത്തിൻ്റെ ക്രിസ്തീയ സമുദായങ്ങളിൽ അനേക വിഭാഗങ്ങളിൽ നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവരെ എല്ലാം നമ്മൾ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും സാധിക്കണം. പ്രത്യേകിച്ച് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്ന അഭിഷക്തന്മാരെ ബഹുമാനിക്കാനും ആദരിക്കുവാനും നിനക്ക് സാധിക്കുന്നുവെങ്കിൽ നിശ്ചയമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് പ്രാപിക്കുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്. കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം. ഇന്ന് ചില കുന്നുകളെ ഇടിച്ചു കളയണം. നിൻ്റെ ജീവിതത്തിൽ അഭിഷേകത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ കുന്നുകളും ഇടിച്ചു കളയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. എല്ലാ കുന്നുകളും അത് ഇടിച്ചു കളയണം. കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം. വളഞ്ഞത് ചൊവ്വയായും ദുർഗണങ്ങൾ സമമായി തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, യഹോവയുടെ മഹത്വം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ നിൻ്റെ വാക്കുകൾ സൂക്ഷിച്ചു പറയുക. ഇന്ന് എനിക്ക് പറയുവാനുള്ളത്, ഈ സന്ദേശം തീരുമ്പോൾ ഇന്ന് പറയുവാനുള്ളത്, നിൻ്റെ വാക്കുകൾ സത്യം സംസാരിക്കുവാൻ പഠിക്കുക. നീ സത്യം സംസാരിക്കുവാൻ പഠിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ ഹൃദയത്തിൽ ഇറങ്ങി വരത്തുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ സഹോദര, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ നീ ഫോഷ്ക്ക് പറയുന്ന വ്യക്തിയാണോ, കള്ളം പറയുന്ന വ്യക്തിയാണോ, ഒരിക്കലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ ഇറങ്ങി വരത്തില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവ സ്നേഹത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്, സത്യത്തിൽ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ നീ സത്യം സംസാരിക്കുന്നവനായി മാറണം. സങ്കീർത്തന പുസ്തകം അതിൻ്റെ 15-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. യഹോവേ, നിൻ്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. കർത്താവേ, യേശുവേ, നിൻ്റെ കൂടാരത്തിൽ നീ പണിയുന്ന മനോഹരമായ ആ ഭവനത്തിൽ ആർ വസിക്കും. യഹോവേ, നിൻ്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. നിഷ്കളങ്കനായി നടന്ന്
നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. അഭിഷേകം പ്രാപിക്കുവാനിരിക്കുന്ന വ്യക്തി ജീവിതമേ, നീ മറക്കരുത്, നീ സത്യം സംസാരിക്കണം. സത്യം സംസാരിക്കണം. അല്പലാഭത്തിന് വേണ്ടി കള്ളം പറയുന്നവനായല്ല, കള്ളം പറയുന്ന വ്യക്തി ജീവിതമായല്ല. ദൈവം സകലതും അറിയുന്നവൻ. നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും കടക്കുന്നതും നിൻ്റെ ജീവിതം മുഴുവനും അറിയുന്നവനാണ് സർവശക്തനായ ദൈവം. ആ സർവശക്തനായ ദൈവം, ആ മഹത്വം നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ, ആ പരിശുദ്ധാത്മാവിനെ നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ നീ കാര്യം ചെയ്യേണ്ടത് സത്യം സംസാരിക്കണം. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. നാവുകൊണ്ട് കുരള പറയാതെ, നാവുകൊണ്ട് കള്ളം പറയാതെ, കുരള പറയാതെ, തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെ. നീ 1 സത്യം സംസാരിക്കണം. 2 നീ കൂട്ടുകാരനെതിരെ ദോഷം ചെയ്യാതിരിക്കുന്നവനായിരിക്കണം. നാവുകൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ. നീ കൂട്ടുകാരനെതിരെ ഇല്ലാത്ത അപവാദങ്ങൾ പറഞ്ഞ് അവനെയും അവൻ്റെ കുടുംബത്തെയും അവൻ ചെയ്യുന്ന സൊസൈറ്റിയും തകർത്ത് കളയുവാൻ പദ്ധതിയിടുന്ന വ്യക്തി ജീവിതമേ, നീ ഓർക്കുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് ലഭിക്കുവാൻ സാധ്യമല്ല. അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു മാനസാന്തരപ്പെടുവാൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പ്രബോധിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ നിൻ്റെ വായിൽ നിന്നും സത്യം പറയണം. കൂട്ടുകാരനെതിരെ അപവാദം പറയരുത്. നാവുകൊണ്ട് കുരള പറയാതെ കൂട്ടുകാരനോട് ദോഷം ചെയ്യുകയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ. വഷളനെ നിന്ദനായി എണ്ണുകയും യഹോവ ഭക്തനെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ. നീ യഹോവ ഭക്തനെ ബഹുമാനിക്കണം. യഹോവ ഭക്തൻ കർത്താവിനെ അറിയുന്നവൻ, യേശുവിനെ അറിയുന്നവനെ ബഹുമാനിക്കാനും ആദരിക്കുവാനും സാധിക്കണം. അത് ഏത് സമുദായത്തിലായിക്കൊള്ളട്ടെ, അത് ക്രൈസ്തവത്തിലെ ഏത് സമുദായമുള്ളമായിക്കോട്ടെ, അവൻ ക്രിസ്തുവിൻ്റെ ഭക്തനാണെങ്കിൽ അവനെ ബഹുമാനിക്കാനും ആദരിക്കുവാനും അവനെ സൽക്കരിക്കുവാനും സ്നേഹിക്കുവാനും സാധിക്കണം. എന്നെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിൻ്റെ ജീവിതത്തിൽ കടന്നു വരത്തുള്ളൂ. അല്ലാതെ ഒരു പ്രവാചകനോ ഒരു ദിവസം വചന ശുശ്രൂഷ കൊണ്ടോ പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തില്ല. ബഹറിൽ ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സഭ എന്നെ വിളിച്ചു, കർത്താവിൻ്റെ ദാസനെ, ഇന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാം, ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ വേണ്ടി ഒരു ഉപവാസമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവിൻ്റെ ദാസനെ, എനിക്ക് ഒരു ദിവസം കൊണ്ട് പരിശുദ്ധാത്മാവിനെ തരുവാൻ ഒരു ടെക്നിക്കും എനിക്കറിയത്തില്ല. അവിടുന്ന് പരിശുദ്ധാത്മാവിനെ ലഭിക്കണമെങ്കിൽ പിതാവായ ദൈവം നമുക്ക് നൽകപ്പെടണം. അതിന് നമ്മൾ വചനാടിസ്ഥാനത്തിൽ വചനത്തെ കീഴ്പ്പെട്ട് അനുസരിക്കുന്നവരായി മാറണമെന്ന് പറഞ്ഞ് ആ ഒരു ദിവസം വചന ശുശ്രൂഷയെടുത്തു. വളരെ എല്ലാവരുടെയും ഹൃദയങ്ങൾ മുറിയുവാനിട വന്നു. കാരണം ജനം പാപത്തിലിരുന്നെയാണ്. നമ്മുടെ പാപങ്ങളെ മനസ്സിലാക്കി ഓരോ പാപങ്ങളും ജീവിതത്തിൽ വിലയിരുത്തി ആ തെറ്റുകൾ വന്നുപോയി. കർത്താവേ, നീ എന്നോട് ക്ഷമിക്കണമേ. ദാവീദ് പുത്രന, അവിടുന്ന് കരുണയുണ്ടാകണമേ. ഓരോ പാപങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവവചനം അനുസരിക്കുവാൻ ആര് തയ്യാറെടുക്കുന്നുവോ അവരുടെ ജീവിതത്തിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരത്തുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നീ 10 ദിവസം ഉപവസിച്ചാലും 20 ദിവസം ഉപവസിച്ചാലും 100 ദിവസം ഉപവാസമെടുത്താലും വചനത്തെ നീ അനുസരിക്കുവാൻ തയ്യാറെടുത്ത് അത് ജീവിതത്തിൽ പ്രാബല്യത്തിലാക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വരുന്നത്. നാവുകൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെ ഇരിക്കുകയും വഷളനെ നിന്ദനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ. സത്യം ചെയ്തിട്ട് ചേതന വന്നാലും മാറാത്തവൻ. തൻ്റെ ദ്രവകം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ. ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. നീ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനിരിക്കുന്ന വ്യക്തിയാണോ? പ്രിയ പിതാവേ, സഹോദര, മാതാപിതാവേ, നീ പലിശയ്ക്ക് കൊടുക്കുന്നവനായി മാറരുത്. നീ ദാനം കൊടുക്കണം. നിൻ്റെ ഉള്ളതിൽ ദാനം കൊടുക്കുക. ഉള്ളതിൽ നിനക്ക് ഹൃദയത്തിൽ എന്ത് തോന്നുവോ കൊടുക്കുക. ദൈവവചനം പഠിപ്പിക്കുന്നത് അതാണ്.
നിനക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ യഹോവ ഭക്തനെ ബഹുമാനിക്കുന്നവനായി മാറണം. പലിശയ്ക്ക് കൊടുക്കുന്നവനായി മാറരുത്. ദാനം കൊടുക്കുന്നവനായി മാറണം. നിനക്ക് ഉള്ളതുപോലെ കൊടുത്താൽ മതി. നിൻ്റെ സമ്പത്ത് മുഴുവനും കൊടുക്കുവാൻ കർത്താവ് പറഞ്ഞിട്ടില്ല. നിനക്കെന്ത് കൊടുക്കുവാൻ തോന്നുന്നുവോ അത് കൊടുക്കുക. അങ്ങനെ നീ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഒന്ന്, ഹൃദയം വായി കൊണ്ട് സത്യം സംസാരിക്കുന്നവനായി മാറണം. 2, കൂട്ടുകാരനെതിരെ ദോഷം പറയാതെ കൂട്ടുകാരനെ ശ്രേഷ്ഠനാണെന്ന് കാണുവാനും അവനെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും സാധിക്കണം. യഹോവയുടെ മഹത്വം എന്നല്ലേ നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുള്ളൂ. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം. വളഞ്ഞത് ചൊവ്വയായും ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും. അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്തത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മൾ 10 പോയിൻ്റ് എടുത്തു. ഈ 10ാമത്തെ പോയിൻ്റിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ട്, നീളുമുണ്ട് ഒരുപാട്. എന്നാൽ യൂട്യൂബിലായതുകൊണ്ട് ഞാൻ ഒരുപാട് പ്രോഗ്രാം എടുക്കുന്നില്ല. ദൈവകൃപയിൽ ഏതെങ്കിലും സഭയിൽ ഒരു 30 ദിവസം ഉപവാസമുണ്ടെങ്കിൽ ആ സമയങ്ങളിൽ ഈ ബൈബിൾ ക്ലാസ് എടുക്കുവാൻ കർത്താവ് സഹായിക്കുന്നുവെങ്കിൽ താല്പര്യപ്പെടുന്നു. ഒരു വലിയ ഒരു സബ്ജക്റ്റാണ് എടുത്തത്. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം. വളഞ്ഞത് ചൊവ്വയായും ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും. അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്. നിൻ്റെ ജീവിതത്തിൽ കേട്ട വചനങ്ങൾ അനുസരിച്ച് എല്ലാ കുന്നുകളും ഉയർച്ചകളും ഇടിച്ച് ദൈവവചനത്തെ നീ ദൈവവചനം അനുസരിക്കുവാൻ തീരുമാനമെടുത്ത വ്യക്തി ജീവിതമേ, നീ കാത്തിരിക്കുക, വാഗ്ദത്തത്തിനായി കാത്തിരിക്കുക. നിശ്ചയമായി അത് പിതാവായി ദൈവം നമുക്ക് നൽകപ്പെടും. കർത്താവേ, വചനത്തിനായി നന്ദി പറയുന്നു. കേട്ട ഓരോ വ്യക്തി ജീവിതങ്ങളിൽ സമർപ്പിക്കുന്നു. അനേക എപ്പിസോഡ് കേട്ട വ്യക്തി ജീവിതങ്ങളുണ്ട്. യഹോവയുടെ മഹത്വം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് ആഗ്രഹത്തോടിരിക്കുന്ന അനേക പിതാക്കന്മാർ, സഹോദരിമാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ, കുഞ്ഞുങ്ങളുണ്ട്. കർത്താവ്, അവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറട്ടെ. ഈ വചനം എല്ലാവരും അനുസരിക്കുവാൻ, കേട്ട വചനങ്ങൾ ഈ ചെവി കേട്ട് മറുചെവി കളയുന്നവരായല്ല, കേട്ട വചനങ്ങൾ തൻ്റെ ജീവിതത്തിൽ അത് 30, ഓരോ വ്യക്തികളുടെ ജീവിതങ്ങളിൽ 30, 60 അത് 100 മേനി ഫലം കായ്ക്കുവാനായിട്ട് ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. കേട്ട വചനങ്ങൾ കർത്താവെ അത് 30, 60, 100 മേനി ഫലം കായ്ച്ച് അനേകർക്ക് ഈ ഒരു വചന ശുശ്രൂഷയിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേകർക്ക് ഈ വചനം കേട്ട് അനേകർക്ക് അഭിഷേകം കർത്താവ് അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു. അനേകർ അഭിഷേകത്തിൽ നിറയുവാൻ കർത്താവ് അതിനുമേൽ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചതിനായി നന്ദി പറയുന്നു. കർത്താവ് ഓരോ വ്യക്തി ജീവിതങ്ങളെയും അനുഗ്രഹിക്കുന്നു. റീഖന ശന്തന റബല ഹദുന ഹടക ശംതര രഹസ്യ ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവ് ഓരോ കുടുംബത്തിൻ്റെയും എല്ലാ ഫൈനാൻസ് മേഖലയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. യൂറോപ്പിൻ്റെ വിവിധ മേഖലകളിൽ അത് ജോലി ചെയ്ത് ശമ്പളമില്ലാതെ ഞെരുങ്ങുന്ന ചില കുടുംബങ്ങളുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രിയ മാതാവേ, പ്രിയ കുടുംബമേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ താങ്ങി എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് താങ്ങും. അൻഷലറക്കിയ റാബാനഹസ്തിയ കഷ്ടതയിലിരിക്കുന്ന മാതാപിതാവേ, കുടുംബമേ, നീ ഭയപ്പെടേണ്ട, നിനക്ക് കർത്താവ് പുതുവാതിലുകളെ തുറന്നിരിക്കുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. കർത്താവെ, ഈ കടന്നു വന്ന ഓരോ ജനത്തെയും അനുഗ്രഹിക്കുന്നു. അർബ ഷകന ഹടക ശംദുരഹസ്യ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ഇതുൾപ്പെടെ ഏതാണ്ട് ഒരു 18ഓളം പ്രോഗ്രാം ഈ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ പ്രോഗ്രാം യൂട്യൂബിൽ ഫോളോ ചെയ്യുന്നത് കാണുവാൻ മാത്രമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ഇതിൽ പിന്നിലുള്ള 15ഓളം എപ്പിസോഡുകളുണ്ട്. അത് കണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ അത് ഒരുങ്ങുന്നവരായി മാറട്ടെ. ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യഹോവയുടെ മഹത്വം വെളിപ്പെടും. അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാ ആത്മീയ ഭൗതിക നന്മകളാൽ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.